ഹലോ, ഇതെനിക്ക് കുറച്ച് കപ്പ കിട്ടി. കപ്പ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കപ്പ ഇതേ രീതിയിൽ നന്നായിട്ട് പൊളിച്ചതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ച് മണ്ണും ചെളിയെല്ലാം ഒന്ന് പോയി കിട്ടുമല്ലോ. അതിനുശേഷം ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് നന്നായിട്ട് ചീവി അരിഞ്ഞെടുക്കും. എന്ന് വെച്ചാൽ ഞാനിത് പുറത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വേവൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരേ രീതിയിൽ ഞാൻ ഈ ചെയ്ത പോലെ നന്നായിട്ട് ചീവി അരിഞ്ഞെടുത്ത് വെച്ചു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ തിളപ്പിച്ചൂറ്റി വെച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഊറ്റിയപ്പോഴാണ് ഒന്നുകൂടെ വെന്തത്. ഇനി ഇതിന് ചതച്ചെടുക്കുന്ന എന്തെന്ന് നോക്കാം. തേങ്ങയുണ്ട്, അരമുറി തേങ്ങ എടുത്തു. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ എനിക്ക് കുറച്ച് കാന്താരി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കാന്താരി എടുത്തു. കരിയാപ്പില, കുറച്ച് ജീരകം, പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നായിട്ട് ചതയ്ക്കണം. എന്ന് വെച്ചാൽ കപ്പയ്ക്ക് ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി കുറച്ചേറെ ചതച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇനി തേങ്ങയും ഈ പറഞ്ഞ കൂട്ടെല്ലാം കണ്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, അരയ്ക്കണ്ട. ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരുന്ന കപ്പയിലേക്ക് ഈ അരപ്പിടുന്നു. കപ്പയിട്ടൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെക്കുന്നു. ഞാൻ കരിയാപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചേറെ കരിയാപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നമ്മളൊന്ന് ആവിയിൽ വേവിച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാനിവിടെ തവി കൊണ്ടാണ് ഇളക്കുന്നത്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതിന് ഈ കപ്പ വേവിച്ചതും ചക്ക വേവിച്ചതൊക്കെ ഇളക്കാനായിട്ടൊരു തുടുപ്പ് എന്ന് നമ്മൾ പറയും, അത് വെച്ചാണ് ഇളക്കിയെടുക്കുക. പിന്നെ ഞങ്ങൾ പത്തനംതിട്ടക്കാർക്കൊക്കെ ചീനിയോ ചക്കയൊക്കെ കണ്ടാൽ അതൊന്ന് വേവിച്ച് കഴിക്കാതെ സമാധാനം വരില്ല കേട്ടോ. അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.